ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ വൈറ്റ് അണ്ടാക്കറി ഉണ്ടാക്കുമ്പോൾ അണ്ടാക്കറി അണ്ടാന്ന് പറഞ്ഞാൽ മുട്ടക്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4-5 മുട്ട എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചു, ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു, നമ്മുടെ സ്പൈസസ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണെന്ന്, അതെല്ലാം കൂടി ഇട്ടൊന്ന് മുരിപ്പിച്ച്, എന്നിട്ട് ഒരു 3 ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, 2 നല്ല എരിവുള്ള പച്ചമുളക്, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വന്നതിന് ശേഷം ഞാനൊരു 10 അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ, ഒരു 25 ഗ്രാമൊക്കെ ഉണ്ടാവും, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടോ. ഒത്തിരി ഒന്നും കരിഞ്ഞൊന്നും പോകണ്ട, ഇത്ര ഒന്ന് പാടി വന്നാൽ മതി. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഒന്ന് തണുക്കാൻ വെച്ചു. അതിനുള്ളിൽ നമ്മുടെ മുട്ടയുടെ വെന്ത് വന്നു, അതും കൂടെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ വേറൊരു പാത്രം എടുപ്പത്ത് വെച്ചു കേട്ടോ. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ അറിയത്തില്ല, ബട്ടർ എൻ്റെ നല്ല ചൂടായിരുന്നു ചട്ടി, അതുകൊണ്ടാണ് ഈ ബട്ടർ ഈ കളറിലായത്. അതിനുശേഷം നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടയല്ല മുട്ട എടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചതുപോലെ മാറ്റിയെടുത്ത് വെക്കണം കേട്ടോ. അതിനുശേഷം അതേ ബട്ടറിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് ഒരു ബേ ലീഫും പിന്നെ കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടപ്പോൾ നല്ല പൊട്ടി അങ്ങോട്ട്. എന്നിട്ട് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറി എന്താ മണം. അതിനുശേഷം റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന 1/2 ഗ്ലാസ് പാൽ അതും കൂടി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അത്. നല്ല തിളച്ച് നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളിവിടെ എടുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ അണ്ട എടുത്ത് അതിൻ്റെ അടുത്തോട്ട് ഇട്ട് കൊടുക്കുക. അണ്ട എടുത്ത് കുണ്ടാനിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലോട്ട് നമ്മുടെ കസൂരി മേത്തി ഉണ്ടെങ്കിലുണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയിലയാണെങ്കിലും മതി. മല്ലിയില ഇല്ല എൻ്റെ അടുത്ത്, അതാണ്. അതും കൂടെ ഇട്ട് കൊടുത്താലേ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് എഗ്ഗ് കുറുമ ഇവിടെ റെഡിയായി. ചപ്പാത്തി, പൂരി, പുട്ട്, ഇടിയപ്പം എന്ത് വേണേലും വെച്ചോ. എന്നിട്ട് ഈ ഒരു കുറുമയും കൂടെ വെച്ച് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും, ഒട്ടും സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാം കൂടെ ഒരു പിടി പിടിക്കട്ടെ. അപ്പോൾ ഇന്ന് രാത്രി ഡിന്നർ ഞങ്ങൾ കഴിക്കാൻ പോവാം. നിങ്ങൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അടിപൊളിയായിട്ടുള്ള വൈറ്റ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നവർ ഒന്ന് സബും കൂടെ ചെയ്ത് കൂട്ടുകൂടണേ, ഒന്ന് 1K ആക്കി തരണേ പ്രിയപ്പെട്ടവരെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, നിങ്ങളും ചെന്ന് കഴിക്കുക. അടിപൊളിയായിട്ടുള്ള പുട്ടും നല്ല എഗ്ഗ് സ്റ്റൂവും കേട്ടോ. മുട്ടയെടുത്ത് അങ്ങനെ വിഴുങ്ങരുത്, കുറച്ച് തിന്നണം കേട്ടോ. ബട്ടറിലൊക്കെ മൊരിച്ചുകൊണ്ട് മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടേ. അത്രേ ഉള്ളൂ. ഞാൻ പോയി വരാം. ബൈ.